അപ്പോൾ ഇവിടെ പോയി നമ്മുടെ മയിലിൻ്റെ വേട്ട കഴിഞ്ഞാൽ പിന്നെ മയിലിൻ്റെ കുക്കിങ്ങാണ്. അപ്പോൾ കുക്കിങ്ങിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ 2 എണ്ണം ഉണ്ടാക്കുന്നത്. അതിൽ ഇതുവരെ ലോകത്തിൽ ആരും ഉണ്ടാക്കാത്ത ഒരു ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു മയിലിൻ്റെ ബിരിയാണി, അത് തന്നെ ലോകത്തിലെ ആദ്യത്തെ ബിരിയാണിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ, മയിൽ വെച്ചൊരു ബിരിയാണി. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. പക്ഷേ ആ മയിൽ ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുന്നേ മയിലിൻ്റെ ബിരിയാണി നമ്മൾ ഉണ്ടാക്കാനായിട്ട് പിടിച്ച മയിലിനെ വെടിവെച്ചോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണുക. പിന്നെ ഇതിൻ്റെ ക്ലീനിങ്ങും കൂടെ ഒന്ന് കണ്ടിട്ട് വരിക. അപ്പോഴത്തേനും നമുക്ക് മയിലിൻ്റെ ബിരിയാണി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മയിൽ നന്നായിട്ട് കെട്ടി വെച്ചേക്കുവാണ്. അപ്പോൾ നേരെ പോയി മയിലിനെ ക്ലീൻ ചെയ്യുന്നത് കണ്ടിട്ട് നേരെ കൂടി തിരിച്ചു പോരെ. ഈ കിടക്കുന്നുണ്ടോ, നമ്മൾ പിടിച്ച മയിലിൽ അത്യാവശ്യം നല്ലത് മാത്രം നമ്മൾ തൂക്കിയിട്ടേക്കുവാണ്. ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ കളഞ്ഞിട്ട് പോകുന്നു. കാരണം കുറേ വെടിയുണ്ടല്ലേ ഇത് കിടക്കുന്ന നോക്കിയേ. നല്ല എല്ലാം കുറേ ആൺമയിലുണ്ട് പെൺമയിലെല്ലാം ഉണ്ട് കേട്ടോ. ഇതുണ്ട് ഈ നീല നിറമുള്ളതൊക്കെ ആൺമയിലുകളാണ്. ഇതെല്ലാം ആൺമയിലുകളാണ്. ഇതുണ്ടോ ഇഷ്ടം പൊടിയുണ്ട്. ഇതിൻ്റെ എല്ലാം പീലി പതുക്കെ പൊഴിഞ്ഞു തുടങ്ങിയതുണ്ടോ. അതുകൊണ്ടാണ് ചെറിയ പീലി ഉള്ളൂ ഇതിന്. വലിയ പീലി എല്ലാം പൊഴിഞ്ഞു പോയി. അടുത്ത പ്രാവശ്യം നമ്മൾ ഇതുപോലെ നിലത്ത് മുട്ടുന്ന സൈസ് പീലി ഉള്ളതിനായിരിക്കും നമ്മൾ പിടിക്കുന്നത്. ഇതുപോലെ അതിനൊരു മാറ്റമില്ല. ഇതിനെ ഇനി എല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വേണം, വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാം. നമ്മൾ വയറെല്ലാം ഓൾറെഡി ക്ലീൻ ചെയ്തതാണ്. ഇനി ഇതിൻ്റെ ഞങ്ങൾ ആദ്യം ഓർത്ത് പപ്പ് പറിക്കുന്നത്, പക്ഷേ അത് ഭയങ്കര പണി, എത്ര സാധനത്തെ പറിക്കണ്ടേ. അപ്പോൾ സ്കിന്ന് കളഞ്ഞിട്ട് നമുക്ക് വെടിക്കെട്ടായിട്ട് പിന്നെ ക്ലീൻ ചെയ്തെടുത്ത് വൃത്തിയാക്കിയിട്ട് പിന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ഇതുകൊണ്ട് ചെറിയ പീലിയാണ്, കാരണം ഇതിൻ്റെ സീസൺ കഴിഞ്ഞുകൊണ്ട് പീലികളെല്ലാം പോയി തുടങ്ങി. ഹായ് മയിൽപീലി, സൂപ്പർ. ഹായ്. ഇതുണ്ടോ കുറച്ച് പീലിയുള്ളൂ. ഇതുണ്ടോ ചാക്കോജിയുണ്ട്. നേരെ ചാക്കോജി ഒരെണ്ണം പറിച്ചടാ, മയിൽപീലി 2 പറിച്ചടാ. പറിച്ച് 2 പുള്ളി ഇതേ ഉണ്ടോ വലിച്ചു പുള്ളി. ഇതാണോ. ഇതുപോലെ അടുത്ത പ്രാവശ്യം നമ്മൾ നിലത്ത് മുട്ടി കിടക്കുന്ന പീലിയുള്ള 10 മയിലിനെ അടിച്ച് ഇതുപോലെ തൂക്കിയിടും കേട്ടോ. അപ്പോൾ അത് നമ്മളാണെങ്കിൽ ടേബിളായിട്ട് ക്ലീൻ ചെയ്യുക കേട്ടോ. ഇതിനാണെങ്കിൽ ആദ്യമേ രോമൊക്കെ മുഴുവൻ, ഇതിനാണെങ്കിൽ ആ ഫെദറൊക്കെ മൊത്തം കളയണം, അല്ലെങ്കിൽ പിന്നെ ഇവിടെ മുഴുവൻ അലമ്പാവേ. അതുകൊണ്ട് മൊത്തം ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്കാണെങ്കിൽ ഇത് ബിരിയാണി ഉണ്ടാക്കാനുള്ളതല്ലേ. അപ്പം പിന്നെ മര്യാദയ്ക്ക് നല്ല ചെറിയ പീസാക്കി മുറിക്കാനുള്ള. അപ്പോൾ ഇതുപോലെ ആദ്യമേ ഇതിൻ്റെ നമ്മളിപ്പോൾ ചെയ്യുന്നതാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ കോഴിക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ പാടാം ഇതിന്. അതായത് നമ്മളാണെങ്കിൽ ജസ്റ്റ് ആണെങ്കിൽ തോല് തന്നെ പൊളിക്കുമല്ലോ, അതാണ് ഇച്ചിരി എളുപ്പമാണ്. അപ്പം പിന്നെ പരിപാടി പെട്ടെന്ന് തീർക്കാമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഫെദർ വലിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര സമയം പോകുന്ന റിസൾട്ടാണ്. എന്നെ രസമാണെന്ന് നോക്കിയത്, കറക്റ്റായി ഇറച്ചി പോലെ തന്നെ ഇരിക്കും. ചിക്കൻ്റെ അതേ സെയിം കളറാണ്. പക്ഷേ ഇത് ഇത്തോളം എന്തായാലും കിട്ടിയതിനകത്ത് കുറേ അത്യാവശ്യം നല്ല ഒരു ഫാറ്റ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് കാണിക്കാവേ. അപ്പോൾ നമ്മളിത് നമ്മുടെ മയിലിനെയൊക്കെ വെടിച്ച് ക്ലീൻ ചെയ്ത് ജോണ ചേട്ടാ ഇതേ ഒരു പുള്ളൊക്കെ ആയിട്ട് വന്നു 2 അടിച്ചേക്കാം. അപ്പോൾ ചേട്ടാ ഇത് വന്നു. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മോർഫീസ് ഒരെണ്ണം ചേട്ടായിക്ക് കൊടുത്തിട്ട് നമ്മൾ ഒരെണ്ണം അടിക്കാൻ പോകും കേട്ടോ. ചേട്ടാ ഓർക്കുന്നുണ്ടോ പണ്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഒരുമിച്ച് മയിലിനെ വെടിച്ചേ, അന്ന് നമ്മൾ എത്ര 8 എണ്ണത്തെ വെടി വെച്ചല്ലേ. 8 മയിലിനെ കുറേ മയിലിനെ കിട്ടി. ഇത് അതിനേക്കാളും വലിയ പ്രോപ്പർട്ടിയാണ്. ഇവിടെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം 2 ദിവസം പോയി കഴിഞ്ഞാൽ ഒരു 50 എണ്ണത്തിൽ നമുക്ക് വെടി വെക്കാം ഈസിയായിട്ട്. അത് കൂടെ പ്രോപ്പർട്ടിയാണ്. എന്ന് കഴിഞ്ഞിട്ട് ഇന്നാ പിന്നെ നമ്മളെപ്പോഴും പോകുമ്പോൾ 1ഉം 2ഉം ഒക്കെ കിട്ടുന്നുള്ളായിരുന്നു നമുക്ക്. പിന്നെ പേടിച്ചു പോയി. അതെ. ഓക്കെ, ചിയേഴ്സ് 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 ഫോർ ദ ടീം. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി വെട്ടി ഞങ്ങളതിനെ പീസ് ചെയ്ത് എടുത്തു വെക്കാൻ പോകുക. അങ്ങനെയാണ് പിന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അങ്ങ് എടുത്താൽ മതിയല്ലോ. അത്ര മയിൽ ബിരിയാണി ലോകത്തിൽ ആദ്യമായിട്ട് മയിൽ ബിരിയാണി. മയിൽ കൊണ്ടാട്ടം. ആടും മയില് ആത്ത കുയില്. അപ്പോൾ നമ്മുടെ പിള്ളേർക്ക് എല്ലാവർക്കും ഇന്ന് ബിരിയാണി നമ്മൾ കൊടുക്കുക. നമുക്ക് എന്തോരം ഉണ്ടോ അതെല്ലാം ഉണ്ടാക്കി പോഷൻ ചെയ്ത് നമുക്ക് പറ്റുന്ന ആൾക്കാർക്കെല്ലാം മയിൽ ബിരിയാണി നമ്മൾ കൊടുക്കുക. അതെല്ലാം നമ്മുടെ ഒരു സന്തോഷം. എല്ലാവരും കഴിക്കട്ടെ, നമുക്ക് തകർക്കണം കേട്ടോ. അപ്പോൾ ഈ കിടക്കുന്നുണ്ട് നല്ല മയിലിൻ്റെ ഇറച്ചി. ഇതുകൊണ്ട് 1/4 പീസൊക്കെ നമ്മൾ അങ്ങനെ തന്നെ ഇട്ടേക്കുവാണേ. ഇത് നമ്മൾ എല്ലുള്ള പീസുകളാണ് ഇട്ടിരിക്കുന്നത്. അത്യാവശ്യം കട്ടിയുള്ള ബിരിയാണി ഉണ്ടാക്കാൻ ഇച്ചിരി എല്ലുള്ള പീസ് നല്ലത്. ഇതുണ്ടോ ഒരു 1/4 പീസ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല മയിലിൻ്റെ കാല് വെച്ചുള്ള സൂപ്പർ ബിരിയാണി ഉണ്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. നല്ല അത്യാവശ്യം ഇറച്ചിയുള്ള എല്ല് തുടപ്പീസും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അത് ഒരു എങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ ഒരു 8 ഇറച്ചിയുണ്ട്. അപ്പോൾ അതനുസരിച്ച്
നമുക്ക് കിണ്ണം കാച്ചി ഒരു ബിരിയാണി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാം കേട്ടോ. നമ്മുടെ പിള്ളേർക്ക് എല്ലാം മയിൽ ബിരിയാണി കൊടുക്കുക നമ്മൾ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുന്നേ ഒറ്റ കാര്യം കൂടെ, വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട്. ഞങ്ങളിത് ഏപ്രിൽ ആഫ്രിക്കയ്ക്ക് പോവാണ്. അതുകൊണ്ടാണ് നമ്മൾ കള്ളടിയൊക്കെ നിർത്തി ഒരു 1.5 മാസമായിട്ട് നമ്മൾ പ്രിപ്പറേഷൻ ആഫ്രിക്കയ്ക്ക് പോകണേ. അപ്പോൾ അതുകൊണ്ടാണ് ഇതുകൊണ്ട് മെലിഞ്ഞ് കണ്ടില്ല, കള്ളടിയൊക്കെ നിർത്തിയേക്കണം. അപ്പോൾ ഞങ്ങൾ പോവാണ്, നിങ്ങളും ഞങ്ങളുടെ പോരെ. താല്പര്യമുണ്ടെങ്കിൽ ആഫ്രിക്കയിൽ ഹണ്ടിങ്ങും ഫിഷിങ്ങും സൈറ്റ് സീയിങ്ങും നാഷണൽ പാർക്ക് വിസിറ്റും ആയിട്ടുള്ള ഗംഭീര പരിപാടികൾ, ട്രൈബ്സൊക്കെ ആയിട്ടുള്ള 7 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ, എല്ലാവർക്കും റൈഫിൾ ട്രെയിനിങ്ങും എല്ലാ കാര്യങ്ങളും ഉണ്ട്. വേണമെങ്കിൽ ഈ നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്തു, നമുക്ക് ഒരുമിച്ച് പോയി തകർത്തിട്ട് വരാം ആഫ്രിക്ക കേട്ടോ. അപ്പോൾ ഇനി വേറെ പോയി ബിരിയാണി ഉണ്ടാക്കാം. ആഫ്രിക്ക വരുവാണെങ്കിൽ സീബ്ര ബിരിയാണി, ഇവിടെ മയിൽ. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വറുത്തിട്ട ബിരിയാണി വെക്കുന്നത്. പക്ഷേ ആദ്യം ഇതിനൊന്ന് പുഴുങ്ങിയെടുക്കാൻ പോകും. കാരണം ഭയങ്കര കട്ടിയുള്ള ഇറച്ചിയായതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഇതിനെ ഫ്രൈ ചെയ്തെടുത്താൽ നോക്കിക്കഴിഞ്ഞാൽ വേഗിയല്ല. ഇച്ചിരി ഉപ്പ്, നല്ല കല്ലുപ്പിട്ട് കൊടുക്കാം നമുക്ക്. മഞ്ഞപ്പൊടി, നല്ല മഞ്ഞപ്പൊടി. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് വെച്ചാൽ മുഴുവൻ ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. 2 പട്ടയും. അപ്പോൾ ആ ഒരു സെറ്റപ്പ് എല്ലാം അങ്ങ് മാറി കിട്ടും. ഇത് ശുദ്ധമായ ജലം. നമ്മുടെ സാധനമെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി ഇവിടെ ഇരുന്ന് വെട്ടി തിളക്കട്ടെ. അപ്പോൾ ഞാനിതിനു മുമ്പ് പറഞ്ഞല്ലോ, ആഫ്രിക്കയിൽ പോകുന്നത് നമ്മൾ 1 മാസത്തേക്ക് ഹോട്ടലിൽ നിർത്തിയേക്കുക കള്ളടി. അപ്പോൾ എന്നാൽ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു തരിപ്പും ബിരിയാണിയൊക്കെ അല്ലേ, ഇപ്പോൾ ചെറിയൊരു മൂഡ് വരാൻ വേണ്ടി നമുക്കിവിടെ കള്ള് കിട്ടും. ഓക്ലൻഡിൽ നിന്ന് ഫാങ്റേ എന്ന് പറയുന്ന സ്ഥലത്ത് സുനിലേട്ടൻ എനിക്ക് അയച്ചു തന്നാണ്. സ്റ്റോഡിക്കാരൻ സ്റ്റോഡി എന്നാണ് എൻ്റെ പേര്. സൂപ്പർ കള്ളാണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ വല്ലപ്പോഴും ഒരു മൂഡ് നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ കഴിക്കാൻ, ഒരു മൂഡിന് കഴിക്കാം, ഒരു നൊസ്റ്റാൾജിയ ആണല്ലോ. അപ്പോൾ ഇന്ന് ആ കള്ള് കൂട്ടിയാണ് നമ്മുടെ പരിപാടി. നമുക്ക് കുറച്ച് കൂടുതൽ കള്ള് അയച്ചു തന്നിട്ടുണ്ട്, ഒരു 6 രൂപയുണ്ട്. അപ്പോൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്തു. ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട്, എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ സുനിലേട്ടൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി. പുള്ളി ഇതുപോലെ നമ്മുടെ കൊറിയറൊക്കെ അയച്ച് നീറ്റായിട്ട് നമ്മുടെ വീട്ടിൽ സാധനം എത്തിച്ചു തരും. ഉണ്ടോ, നല്ല ഒരു ബോക്സിലായിട്ട് സംഭവം സേഫായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഒരു 2-3 ആഴ്ച വരെ നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിക്കുമെന്നാണ് പറഞ്ഞേക്കണം. മതി. ഓ, നല്ല തണുത്ത കള്ളുണ്ട്. ആ മുന്തിരിക്കള്ളു കേട്ടോ, മുന്തിരിയൊക്കെ ഇട്ട് മുന്തിരിക്കള്ള് നോക്കട്ടെ. അടുത്ത് നോക്കട്ടെ, വായു വെള്ളം വരും, കോപ്പ്. ഇത് നഗ്ന സത്യം സ്ട്രോങ് ടോഡി. ഇത് 14% ആൽക്കഹോളുണ്ട്. അടുത്ത് ഇതേടാവേ ഷാപ്പ് കള്ള്. ഇത് 5 to 7% ആൽക്കഹോളാണ്. അപ്പം നഗ്നസത്യം അടിച്ചാലാവില്ല, തരിപ്പ് വരുള്ളൂ കേട്ടോ. അടുത്തത് തറവാടി ഇഞ്ചിക്കള്ള്. ബൈ ഗോഡ് സുല്ലടാ, തറവാടി ഇഞ്ചിക്കള്ള് കേട്ടോ. നോക്കണേ. അടുത്തത് കാന്താരിക്കള്ള്, കുറുമ്പി. എൻ്റെ ദൈവമേ. ഇവിടെ നമ്മളേതായാലും മയിൽ വീഴുന്ന സമയത്ത് കള്ള കുടിച്ച് ഒന്ന് ചില്ലടിക്കാൻ പോവാ. നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ മേടിച്ചടിക്കുക കേട്ടോ. നല്ല സൂപ്പർ വെയിലും. അതെ. നല്ല കുറുമ്പിക്കള്ള്, കഴപ്പുള്ള നാട്ടുമ്പുറം കള്ള്, വെറൈറ്റി സാധനങ്ങളാട്ടോ. നമ്പർ കൊടുത്താക്കാൻ കേട്ടോ, നോക്കുക. അപ്പോൾ എല്ലാവർക്കും ചിയേഴ്സ്, അടിച്ച് പൊളിക്കുക കേട്ടോ. സുനിലേട്ടൻ, താങ്ക് യു സോ മച്ച്. എന്തുട്ടാ ഗിരിയാടിന്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ സെറ്റപ്പാടോ. നാട്ടിലെ കറക്റ്റ് ആ ഒരു കള്ളിന്റെ തന്നെ ടേസ്റ്റ്. വലിയ ഒത്തിരി മധുരം ഇല്ല, എന്നാൽ നല്ലൊരു ലൈറ്റ് ചെറിയൊരു മധുരം. അടുത്തതിൽ പുറകെ വരുന്നുണ്ടോ, പുറകെ മുന്തിരി വരുന്നുണ്ട്. അതേ നമ്മുടെ സാധനം നല്ലതായിട്ട് വെട്ടി തിളച്ചതേ എല്ലാം എന്നൊക്കെ വിട്ടു തുടങ്ങി. ഞാൻ പറയണേ എടുക്കാം അല്ലേ. നീ എണ്ണയ്ക്കകത്ത് വറുത്ത് കഴിഞ്ഞാലേ നീ ഇതുണ്ടോ അത്യാവശ്യം വെന്തു. അപ്പോൾ നമ്മുടെ മയിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവനെ എടുത്തങ്ങ് മാറ്റാം. ഇനി നമുക്ക് അടുത്ത പരിപാടികൾ. ചൂടാ. അപ്പോൾ നമ്മുടെ മയിലൊന്ന് വറക്കാനുള്ള പരിപാടിയാണ്. അധികം ഇടുന്നില്ല, ഒരു കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അങ്ങ് ഇടുക, അത്രേ ഉള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനിയിപ്പം ഇച്ചിരി ഗരം മസാല, നമ്മൾ പൊടിപ്പിച്ച നല്ല സൂപ്പർ ഗരം മസാല കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒരു ശകലം മല്ലിപ്പൊടി കേട്ടോ, ഉപ്പ് ഇടുക. നല്ല മയിലിറച്ചി ഉണ്ടല്ലോ, ഇങ്ങനെ മയിലിറച്ചി നന്നായിട്ടൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല കാശ്മീരി ചില്ലിയും എല്ലാം കൂടി ഇട്ടേ. അപ്പോൾ ഇന്ന് നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാം മയിൽ ബിരിയാണി.
അത് കൊടുത്തു കഴിയുമ്പോഴാണ് നമുക്ക് സംതൃപ്തിയാണ്. കാരണം നമ്മൾ ഈ വേട്ടയാടി തന്നെ തിന്നുകയും തൂറുകയും ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? എല്ലാവരും കൊടുക്കുക, സ്നേഹം പങ്കിടുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ മയിലിനെ വറക്കാം. അവരെ ക്യാമറ നേരെ എണ്ണയ്ക്കകത്തേക്ക് പൊട്ടറേ ഇടുക കേട്ടോ. വാ അപ്പോൾ നമ്മുടെ കേട്ടോ എല്ലാം നമുക്ക് വിട്ട് സാധനം ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതുണ്ടോ ആ ഓ നല്ല മൈൽ 65. ഓ വാ ഓ ആ ലോകത്തിലെ ആദ്യത്തെ മയിൽ ബിരിയാണി കേട്ടോ. ഇതിൻ്റെ അകത്ത് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് 2 ലിറ്റർ സാധാ എണ്ണയും 3 ലിറ്റർ മയിലെണ്ണ കേട്ടോ. അത് കൂടെ സാധനമാണ്. നമ്മുടെ അണ്ണം വരുന്നുണ്ട്, മയിലെണ്ണം വരുന്നുണ്ട് ഇപ്പോൾ തന്നെ. മയിലെണ്ണം വരും. പക്ഷേ മയിലെണ്ണ ഉണ്ടല്ലോ, മയിലെണ്ണൻ്റെ പേര് മാറും. മയിലെണ്ണൻ്റെ പേര് സീബ്ര എന്നാവും. കാരണം നമ്മൾ ഒരുമിച്ച് ആഫ്രിക്കയ്ക്ക് പോവുക. ആഫ്രിക്കയിലാണ് ഇനി നമ്മുടെ കളികൾ കേട്ടോ. സീബ്ര ബിരിയാണി നമ്മൾ അടിക്കും. എങ്ങനെയുണ്ടാ സ്പൈഡി മയില്? ഹെൽത്തി മീറ്റ് അതിന് കിട്ടോ കേട്ടോ. ഇനി നമുക്ക് സഹായത്തിനുണ്ട്. നമുക്ക് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഇസ്രായേലി ഫ്രം ചെറുകര. നമുക്കൊരു ഉത്സവമാണ്. കുക്കിങ്, ഹണ്ടിങ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൂട്ടുകാരൊക്കെ ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്യുക. അല്ലാതെ നമ്മൾ തിന്നുക കുടിക്കുക അല്ലേ തോന്നേ, അത്രേ ഉള്ളൂ ജീവിതം. അല്ലാതെ നമ്മളിങ്ങനെ ചില്ലൗട്ട് അടിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഇസ്രായേൽ യുദ്ധമുഖത്തുനിന്ന് വന്നുകൊണ്ട് ഇവന് മാത്രം എണ്ണയെ തിളയ്ക്കുന്ന എണ്ണയെ പേടിയില്ല. ചാക്കോ കൊച്ചു കഴിച്ചോ? മതി കൊച്ചിന്. നമ്മുടെ ലാസ്റ്റ് മയിലും കൂടെ വാരി എടുക്കുവാണ്. ജോയിച്ചാൻ കിടങ്ങൂരാണ് വാരി എടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല തിളച്ച എണ്ണയ്ക്കകത്തുനിന്ന് വാരി എടുക്കുക കേട്ടോ. ഇത് കഴിഞ്ഞാൽ നമ്മൾ മസാല അടിക്കുക, റൈസ് മുകളിൽ ദം ചെയ്യുന്നു, പരിപാടി കഴിയുന്നു കേട്ടോ. എടാവേ നമ്മുടെ മയിലെല്ലാം വറുത്ത് നല്ല കുട്ടപ്പനാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയ്ക്കകത്ത് മസാല അടിക്കണം. അതിനുവേണ്ടി നമ്മൾ നല്ല വെളിച്ചെണ്ണ ഇടാൻ പോകട്ടോ. നല്ല വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ മസാല അടിക്കാനായിട്ട് നമ്മൾ നല്ല നെയ്യ് RKG നെയ്യ്, നമ്മുടെ മമ്മൂക്ക ചേട്ടൻ പറഞ്ഞു തരും. ഇത് കേട്ടോ, നെയ്യ് ഒഴിക്കുക. ഇതിനെ വെല്ലാൻ വേറെ ഒരു നെയ്യ് മുനിമാർ കണ്ടുപിടിക്കണം. നല്ല സൂപ്പർ മുഴുവൻ ഗരം മസാല ആദ്യം പൊട്ടിക്കാൻ പോവുക. വേലീപ്സ് ഇടുന്നു, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത്. ഓ ഇളക്കി ഇന്ന് ഇവിടെ ഉള്ള എല്ലാവരും ഇവിടെ ഇന്ന് ബിരിയാണി, ഇന്ന് ഉസ്ലാംപട്ടി ബിരിയാണി. നമ്മുടെ ബിരിയാണി ഇളക്കാനായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ കോട്ടയത്ത് നിന്ന് ഇറക്കിയിരിക്കുന്നത് ജോയിച്ചായ കിടക്കൂരാണ് ഇവിടെ ബിരിയാണി ഇറക്കിയിരിക്കുന്നത്. ഇനിയിപ്പം 2 ആഴ്ച കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ജോയിച്ചാൻ്റെ സഹായ സൗഹൃദം നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. റീൽസ് ആരും നമ്മുടെ ജസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആദ്യത്തെ ഒരു ഹണ്ടിങ്ങിൻ്റെ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പം നമ്മളിവിടെ വന്ന ആളാണ് നമ്മുടെ ജസ്റ്റിൻ. ഞാൻ നമ്മുടെ നിങ്ങൾക്ക് ഫണ്ണി ആയിട്ടുള്ള റീൽസും കാര്യങ്ങളൊക്കെ കാണെങ്കിൽ ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇത് കൊടുത്തേക്കാം. നിങ്ങളൊന്ന് കയറിക്കോ, നമ്മൾ ചില്ലാക്കും കേട്ടോ. നമ്മുടെ വെട്ടം കുറഞ്ഞുകൊണ്ടിരിക്കുവാണ്. നമ്മളൊരു മൂഡിലായതുകൊണ്ട് വർത്താനൊക്കെ പറഞ്ഞ് രസിച്ചിങ്ങനെ നിൽക്കുക. നല്ല ഒരു ബ്യൂട്ടിഫുൾ വെതറാണ്. അപ്പോൾ നമ്മുടെ നല്ല സൂപ്പറായിട്ട് സവോള വാടി വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ടൊമാറ്റോ ഇട്ട് കൊടുക്കുക കേട്ടോ. ഓടി വരും. ഇനി നമ്മൾ അവസാനമായിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും, അതായത് കശുവണ്ടിയും പുതിനയും മല്ലിയിലയും കൂടെ അരച്ചിട്ട് ഇടുക. ചോദിച്ചാൽ തട്ടിയിട്ടാ തട്ടിക്കും. ആഹാ നല്ല തിക്ക് സാധനം ഇട്ടിട്ടോ, വടിച്ചിട്ടോ. ആഹാ ഓക്കെ. ഇനി ബാക്കി ഞാൻ കൈ കൊണ്ട് വടിച്ചിടാം. ഇനിയിപ്പോൾ നമ്മുടെ മയിൽ ബിരിയാണിക്കകത്തേക്ക് നല്ല സൂപ്പറായിട്ട് ഇട്ടോ കോക്കോ ഇട്ടറാ, മിൻറ്റ് ലീവ്സ്. ഓക്കെ, നല്ല പുതിനയില ഇട്ട് കൊടുക്കുക. എന്നാ മല്ലിയില ഇട്ടോ, നല്ല സൂപ്പർ മല്ലിയില ഇട്ടോ, നല്ല മല്ലിയില. ചാക്കോച്ചി, നീ എനിക്കൊരു കുക്കാവണ്ട, പക്ഷേ നീ ക്രിക്കറ്റ് കളിക്കാരനാകണം കേട്ടോ. ഇല്ലേ എല്ലാം ഇടും കേട്ടോ. ഓ സൂപ്പർ. ബിരിയാണിയുടെ മണം കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പർ ബിരിയാണി മസാല, ഗരം മസാല കേട്ടോ, തട്ടാൻ പോവാ. ഓ ചാക്കോ തട്ടറാ. അപ്പോൾ നമ്മൾ ഇതുവരെ എരിവിനായിട്ട് വേറെ സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നല്ല പച്ചമുളക് ചതച്ചത് ഇടാൻ പോകട്ടോ. ഇട്ടോ
ഇളക്കിയോ. നല്ല ചതച്ച കുരുമുളക് ഒരു ശാലിട്ട് കൊടുക്കുക. മതി. ഇതിപ്പോൾ നമ്മുടെ മയിൽ വറുത്ത് വെച്ചേക്കണ മയിലാണ് കേട്ടോ, വേവിച്ച് വറുത്ത് വെച്ചേക്കണേ. അവനെ അതിൻ്റെ അകത്തേക്ക് അങ്ങ് തട്ടാൻ പോകാം, നമ്മുടെ ബിരിയാണി മസാലയ്ക്കകത്തേക്ക്. ഓക്കെ, 3, 2, 1, 1 go. ഇട്ടോടെ. ഇളക്കി എടുക്കുക, ഇളക്കി എടുക്കുക. ചാക്കുച്ചി വേണ്ട. എല്ലാവർക്കും ഇത് ബിരിയാണിയാണ്. ഓ, ഇതിൻ്റെ അകത്തേക്ക് നല്ല കട്ട തൈര്. വാ, മതിയോ? ഓ മതി മതി. ഇളക്കിയോ? ഇല്ല, ഇനിയുണ്ട്. അത് നമുക്ക് റൈസ് ഉണ്ടാക്കാനുള്ളതല്ലേ. ചാക്കോ, നമുക്ക് എല്ലാവർക്കും ബിരിയാണി കൊടുക്കണ്ടായിരുന്നു. ഇളക്കിയോ? അപ്പം നമ്മൾ റൈസ്, നമ്മുടെ മയിൽ കുക്ക് ചെയ്ത് നമ്മൾ മാറ്റി, അതിന് ശേഷം നമ്മൾ റൈസ് ഇടാൻ പോകും കേട്ടോ. റൈസിന് വേണ്ടി നല്ല 6 kg നെയ്യ്, 1 കിൻഡൽ അങ്ങിട്ട് കൊടുക്കുക. ചാരനീസ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് റൈസ് വേവിക്കാനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ല ഇതൊരു രസമല്ലേ, അതവിടെ ഇരുന്നോട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇടാവേ, നമ്മുടെ മയിൽ അവസാന സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലതായിട്ട് വെന്ത് മസാലക്കകത്ത് കിടന്ന് നീര് വന്നു. ഇനി അവനിലേക്ക് റൈസ് ഇടുക, എല്ലാം കൂടെ ദമ്മടിക്കുക, കുത്തി ഇളക്കുക. ഇതാണ് നമ്മുടെ പരിപാടി കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റൈസ് അങ്ങ് എടുത്തിടാം. റൈസ് നമ്മൾ വേവിച്ച് വെച്ചു. റൈസ് ഇപ്പോൾ നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഏത് മലയാളിക്ക് ആരും ഇവിടെ കുക്ക് ചെയ്യാൻ അറിയത്തില്ലാത്ത. ഓക്കെ, നല്ല പൂ പോലെ വെന്ത റൈസ്. അപ്പോൾ നല്ല അണ്ടിപ്പരി പങ്കിട്ട് കൊടുക്കുക കേട്ടോ. മുന്തിരി ഇപ്പം നമ്മൾ നല്ല വറുത്ത് വെച്ചേക്കണ സവോള, സവാരി ഗിരി. അപ്പോൾ ഇടാവ് നമ്മുടെ ബിരിയാണി നമ്മൾ ദം ചെയ്യാൻ വേണ്ടി ഇവിടെ വെച്ചേക്കുവാണ്. എല്ലാം സെറ്റാക്കി നമ്മൾ വെച്ചേക്കുവാണ്. ഇനിയിപ്പോൾ പൊട്ടിക്കാനായിട്ട് നമ്മുടെ മയിലെണ്ണൻ ഇവിടെ വരുന്നതാണ്. കാരണം നമുക്ക് ആർക്കും ഇവിടെ ബിരിയാണിയുടെ മയിൽ ബിരിയാണി നമ്മൾ പൊട്ടിക്കുകയില്ല. കാരണം നമ്മുടെ ആദ്യത്തെ കൂടി അത്രയും പവറാക്കി, ഇത്ര ഫാൻസ് ഉള്ള ഒരാൾ തന്നെ വന്ന് നമ്മുടെ മയിൽ ബിരിയാണിയുടെ ദമ്മ് നമ്മൾ പൊട്ടിക്കും. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, ദം ആകുന്നിടം വരെ. അതിനുശേഷം നമ്മൾ മയിൽ ബിരിയാണിയുടെ ദം പൊട്ടിക്കും. അപ്പോൾ നമ്മുടെ മയിലിൻ്റെ ബിരിയാണി, ലോകത്തിലെ ആദ്യത്തെ മയിൽ ബിരിയാണി, അത് ഇളക്കാനായിട്ട് നമ്മുടെ സ്വന്തം മയിലെണ്ണനെ ഞാൻ ക്ഷണിക്കുന്നു. മയിലടങ്ങി വന്നേ. ഇത് ശരിക്കും പറഞ്ഞാണ്ടോ, ഇത് ശരിക്കും മയിൽ ബിരിയാണിയാണോ അല്ല മയിൽ മന്തിയാണോ? ഇത് രണ്ടും കൂടെ ഒരുമിച്ചുള്ള. കാരണം ഇതിൻ്റെ അകത്ത് വരും. കാരണം നമ്മുടെ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറയാം, എനിക്ക് പല ആൾക്കാർ പരാതി പറഞ്ഞു. ആൾക്കാരുടെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂളിംഗ് ഗ്ലാസ് വെച്ച ചേട്ടനില്ല. കഴിഞ്ഞ വെള്ളമായതുകൊണ്ട് കറുപ്പായി. നമ്മുടെ കളികൾ ആഫ്രിക്കയിലാണ്. നമ്മൾ കഴിക്കാൻ പോണ സാധനം സീബ്ര ബിരിയാണി. ഹിപ്പോപ്പൊട്ടാമസിന്റെ നാക്കടുത്ത് നമ്മൾ വരട്ടി അടിക്കും. ജിറാഫിന്റെ കഴുത്ത് വരഞ്ഞ് നമ്മൾ ഗ്രില്ല് ചെയ്യും. ഇതിന്റെ പേര് മോദിജി റൈസ്. മോദിജിയുടെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദർബാർ രാഗത്തിൽ നമ്മൾ ഈ ബിരിയാണി ഇളക്കി കൊടുക്കും. എല്ലാ മയിലിന്റെ ഈശോയെ, ഇത് നമ്മുടെ നാടൻ കോഴി പോലെ സാധനം കേട്ടോ. എന്റെ ആളിയ എല്ലാം മണമല്ലടാ മലട്ടാ. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യമുള്ള ആൾക്കാരാണ് ഇതുപോലത്തെ മയിൽ ബിരിയാണി. പിന്നെ നമ്മൾ ആഫ്രിക്കയിൽ ഞങ്ങൾ പോകുമ്പോൾ ചെയ്യാൻ പോകുന്ന സീബ്രനെ ഫുള്ള് നമുക്ക് നമ്മുടെ ഫിറോസ് ചുറ്റിപ്പുറ പോയിട്ടുണ്ടോ, ഫുള്ള് അങ്ങോട്ട് ഗ്രില്ല് ചെയ്തെങ്കിലും നിർത്തി പിടിക്കും. അല്ല നമ്മൾ കുഴിയിട്ട് കത്തിച്ചാലോ, അത്രേ ഉള്ളൂ. അപ്പൊ എന്നൊക്കെ പറഞ്ഞാൽ ആവി പുറകെ നോക്കി. ഭയങ്കരമായിട്ടൊരു ആവി, അതുപോലെയുള്ള സൂപ്പർ ആവി ആട്ടോ. ഓ, ഇത് കണ്ടോ, ഇത് നമ്മൾ ഇതാർക്കണ്ടോ. ഇന്ന് ജനം സംഭവിപ്പിക്കും. ഞാൻ ശരിക്കും പറഞ്ഞാലോ, ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇളക്കുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ മെയിൻ ഷെഫ്മാർ ഇവിടെ ഇങ്ങനെ 2 അണ്ണന്മാർക്ക് വന്നത്, നമ്മുടെ ഇവിടെ മെയിൻ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലെ ഷെഫ്മാർ ഇവിടെ നിന്ന് ഇളക്കുമ്പോൾ ഷെഫും നമ്മുടെ റെസ്റ്റോറൻറ്റിലെ മെയിൻ മാനേജർ പുള്ളി കേട്ടോ.
അറേഞ്ച്ഡ് മാരേജ് അതെ, ലോകം കണ്ട ഏറ്റവും നല്ല ഷെഫ്മാരോടോ ഏറ്റവും നല്ല ഷെഫ്മാർ ന്യൂസിലാൻഡിലല്ലേ വംശനാശ ഭീഷണിയുള്ള ഷെഫ്മാർ. ഒറ്റക്കല്ല 150 ദോശ ഒറ്റക്കല്ല 150. തീ കുറയ്ക്കാൻ വേണ്ട കൂട്ടുപെട്ട സ്ത്രീയുടെ സാംക്രമിക ശക്തി ഉള്ളിക്കളിയാ. അപ്പോൾ നമ്മുടെ മയിൽ ബിരിയാണി ഇവിടെ ഫിനിഷ് ആവുകയാണ്. അപ്പം നമ്മുടെ വളരെ സുഹൃത്തുക്കളെല്ലാം വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ജീവിതത്തിൽ ചില അനുഭവങ്ങളല്ലേ, മയിൽ ബിരിയാണി കഴിക്കുക, ഹിപ്പോട്ടാമസിനെ കഴിക്കുക, ഇതൊക്കെ ജീവിതത്തിൽ വല്ലപ്പോഴും കിട്ടുന്നൊരു അനുഭവം നമുക്ക്. അങ്ങോട്ട് വീഡിയോ കാണും നിങ്ങൾ പറയും നമ്മൾ പൂസാണ്, ഐ ഡോണ്ട് കെയർ, നമ്മളിവിടെയുള്ള നിൽക്കുന്ന ആൾക്കാരെല്ലാം പൂസാണ്. അതുകൊണ്ട് നമ്മൾ എൻജോയ് ചെയ്തു, എല്ലാം നമ്മൾ കഴിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നല്ല ബിരിയാണി നല്ലതായിട്ട് ചൂടാക്കി എടുത്തിട്ട് ഓ ഇറച്ചിയാ. അയ്യോ 7 കിലോ ഇറച്ചിക്ക് 2 കിലോ ഇതല്ലേ ബസ്മതി അല്ലേ കളി. നല്ല സൂപ്പർ. ഓ എൻ്റെ ദൈവമേ, ഇത് എനിക്ക് നിങ്ങൾക്ക് തരുമ്പോണ്ടല്ലോ ഇങ്ങനെ ചുമ്മാ എനിക്ക് നന്നായി എനിക്ക് സംതൃപ്തിയില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ കളറും എരുവപ്പാല മൊസറല്ല ചീസ് എരുവപ്പാല. അയ്യോ ഇതുണ്ട് പിടിച്ചേ, ഞാൻ കഴിക്കുന്നില്ല, നിങ്ങൾ കഴിച്ചേ. എടാ ഈ ബിരിയാണി കഴിക്കാൻ ഷെഫ് പിള്ള കഴിഞ്ഞാൽ ഈ ന്യൂസിലൻഡിൽ ഷെഫ് പിള്ളയുടെ ഒരു പര്യായമായ ഷെഫ് ജെയ്സൺ, ഷെഫ് എബിൻ, ഇവർ കഴിച്ചിട്ട് നല്ലതെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പ്ലീസ് 1000 പേരുടെ കേറ്ററിംഗിന് നിന്നടിക്കുന്നതാണ്. അത് ഈ തിളച്ച എണ്ണ കൈ കൊണ്ട് എണ്ണ കോരി അമ്മാനമായി മുഖത്ത് തേക്കുന്ന മെയിൻ ഷെഫാണ്. കഴിച്ചേ അത് മയിലെണ്ണേ. അതോ ഈ റൈസ് പാർലമെന്റ് റൈസ്, അത് പാർലമെന്റിലെ മന്ത്രിമാര് മാത്രം കഴിക്കുന്ന മോദിജി റൈസ്. സൂപ്പർ. അടുത്ത് കഴിച്ചേ ഒരു കഷ്ണം ഇറച്ചി എടുത്ത് കടിച്ചു വിളിച്ചേ. ഇതിനെ എങ്ങനെ നമുക്ക് ഒരു 100 10 എത്ര മാർക്ക് ഇടാൻ പറ്റും? അയ്യോ എന്റെ ദൈവമേ, 10 മാത്രമല്ല 10 11. അല്ല ഇതൊക്കെ എന്തെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും സന്തോഷമോ അല്ലെ എന്തെങ്കിലും പല രോഗങ്ങൾക്ക് വരെ ഇത് സാധനം ഭയങ്കര പ്രയോജനമായ സാധനമാണ്. ജമ്പി ഒന്നുണ്ടോ? സത്യം പറഞ്ഞ മയിലിറച്ചി എങ്ങനെയുണ്ട്? നാടൻ കോഴി കഴിക്കുന്നത് നാടൻ കോഴിയേക്കാളും പക്ഷെ ഇവർ രണ്ടുപേരും പരിസ്ഥിതിക്ക് നമുക്ക് പിന്നെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. കാരണം കേരളം കണ്ട 2 അവാർഡ്. കാരണം അറിയോ, പഴശ്ശിരാജ അവാർഡ് കൊടുത്ത 2 ഷെഫ്മാരാ. പുട്ടുംകടലല്ലേ പട്ടുമുളയും കൊടുത്ത മെയിൻ 2 ഷെഫ്മാരാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു ഇവരെ കൊണ്ടുവരോ, നമ്മുടെ യൂസഫിലെ ആഫ്രിക്ക സീബ്ര ബിരിയാണി ഉണ്ടാക്കാനാണ് ഇവരെ കൊണ്ടുവന്നത് നമ്മള്. അളി അപ്പൊ കട അടക്കേണ്ടി വരുന്നതുകൊണ്ട് തൽക്കാലത്തേക്ക് തീരുമാനമായി. അപ്പോൾ എടാവേ നമ്മുടെ മയിൽ ബിരിയാണി, ലോകത്തിലെ ആദ്യത്തെ മയിൽ ബിരിയാണി ഇവിടെ അവസാനിക്കുവാണ്. ഇതിനുശേഷം നമ്മൾ ലോകത്തിലെ ആദ്യത്തെ സീബ്ര ബിരിയാണി, അതുപോലെ കരിങ്കുരങ്ങിന്റെ രസായനം ആഫ്രിക്കയെ വെച്ച് ആഫ്രിക്കൻ ട്രൈബ്സിന്റെ കൂടെ നമ്മൾ വരുന്നതായിരിക്കും. രസായനം ഉണ്ടാക്കി കുടിച്ചിരിക്കും. അതോടൊപ്പം ജിറാഫ് ബിരിയാണി ഇതാണ് നമ്മുടെ പരിപാടി. ഹിപ്പോപ്പൊട്ടാമസിനെ പിടുക്കെടുത്ത് ഹിപ്പോപ്പൊട്ടാമസിനെ പിടുക്ക് ഫ്രൈ ചെയ്യണ്ടേ? ഹിപ്പോട്ടാമസിന്റെ പിടിപ്പ് താങ്ങാൻ പറ്റുമോ? അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നമ്മൾ നോക്കിയിരുന്നു ഏപ്രിൽ 3-ാം തീയതി ഒരാഴ്ചട്ടം വരും. അതിനുശേഷം വെടിയുടെ പേട്ടയായിരിക്കും കേട്ടോ. നമ്മൾ അങ്ങോട്ട് ആഫ്രിക്കയിലായിരിക്കും നമ്മുടെ കളികൾ. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക, എല്ലാ പരിപാടികളും ചെയ്യുക. ഇതോടെ വീഡിയോ നിർത്തുന്നു. അപ്പോൾ ഇനി പുതിയ കളികൾ ആഫ്രിക്കയിൽ.